ഹലോ നമസ്കാരം, ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണെന്നറിയാമോ? ഇന്ന് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കി. ഇനിയിപ്പോൾ ചതുർത്ഥിയല്ലേ, നാളെ കഴിഞ്ഞ് ചതുർത്ഥിയായി. അപ്പോൾ ഞാൻ 1-2 ദിവസം അടുപ്പിച്ച് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വിചാരിച്ചു. കൊഴുക്കട്ട എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചതുർത്ഥിക്ക് ഉണ്ടാക്കുമ്പോൾ അകത്ത് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണത്. ഇത് നമ്മുടെ ടിഫിനായിട്ട് ഉപയോഗിക്കാം, രാത്രിയിലേക്കോ അല്ലെങ്കിൽ രാവിലേക്കോ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ കൊഴുക്കട്ടയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കണത് സൂചി ഗോതമ്പില്ലേ, നമ്മുടെ സൂചി ബ്രോക്കൺ വീറ്റ് എന്നൊക്കെ പറയില്ലേ, സൂചി ഗോതമ്പ് റവ, അതുകൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കുകയാണ്. സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഷുഗറുകാർക്കൊക്കെ കഞ്ഞി വെച്ച് കുടിക്കാനൊക്കെയാണ് നല്ലത്. അപ്പോൾ ഇത് ആദ്യം വറുത്ത് പിന്നെ ഒന്ന് വേവിച്ച് പിന്നെ ആവിയിൽ വേവിച്ചെടുക്കണത്. അപ്പോൾ 3 ഇതാണ് കേട്ടോ അത് വരണത്. പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ബ്രോക്കൺ വീറ്റ് കൊണ്ട്, അതായത് ഇങ്ങനെ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ തുമരപ്പരിപ്പും കൂടി ഒന്ന് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കാം കേട്ടോ. ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തി വെക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 3 വറ്റൽമുളകും കൂടി ചേർക്കേണ്ടത്. അതും കൂടി ആ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി കുതിർന്ന് വരും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഈ പരിപ്പും മുളകും കൂടി മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് അരയ്ക്കരുത്, ഒന്ന് പൾസറിലിട്ട് അരച്ചാൽ മതിയാവും. ഒരു തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് പരിപ്പൊക്കെ അതിൽ കാണാൻ പാകത്തിനായിരിക്കണം. അപ്പോൾ ബ്രോക്കൺ വീറ്റ് ഞാനിവിടെ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ബ്രോക്കൺ വീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ, സാമ്പാർ ബ്രോക്കൺ വീറ്റ്. അപ്പോൾ അത് നമുക്കൊന്ന് ചീഞ്ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു 3-4 മിനിറ്റ് നേരം ചീഞ്ചട്ടിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ആ റോ സ്മെല്ലൊക്കെ മാറി കിട്ടും. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കായം, പിന്നെ കടുക്, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളകൊക്കെ വറുത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കട്ടയേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കൂ. സവാള നന്നായിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തിട്ട് ആ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുമ്പോൾ അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ നന്നായിട്ടൊന്ന് ഉതിർത്തിയെടുക്കണ രീതിയിൽ വരും കേട്ടോ. ശരിക്കും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതിയാവും. അടി പിടിക്കണമെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ വിട്ട് വന്നോളും. അത് കഴിഞ്ഞിട്ട് ഒരു 2.5 കപ്പ് വെള്ളമായിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ റവ ഞാനൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഒന്ന് കഴുകി എടുക്കണ്ട കേട്ടോ, കാരണം ആദ്യം കഴുകാതെയല്ലേ നമ്മൾ വറുത്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് നാളികേരവും കൂടി ചേർത്തിട്ട് നമുക്ക് ആ പരിപ്പും കൂടി ചേർത്തുള്ള മിക്സ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് കഴുകി വെച്ചിരിക്കുന്ന ആ ബ്രോക്കൺ വീറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നേരം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ട്, ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലായാലും മതിയാവും, ഒരു 10-15 മിനിറ്റ് നേരം വേണ്ടി വരും കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഒന്ന് പകുതി മുക്കാലേ വെന്ത് വരുള്ളൂ, കാരണം നമ്മൾ അതിനുള്ള വെള്ളമല്ലേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് ഓഫ് ചെയ്ത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഉരുട്ടി വയ്ക്കണം. അപ്പോൾ ഞാനൊരു വാഴയില ഈ ഇഡ്ഡലി തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഒരു വാഴയിലയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. അപ്പോൾ കൈ ഒന്ന് നനച്ചിട്ട് നമുക്ക് ചെറിയ ചൂടോടുകൂടി ഇത് ഉരുട്ടിയെടുക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിന് ഷേപ്പ് കിട്ടോ. ഞാൻ കുറച്ച് ഇതുപോലെ പിടിക്കൊഴുക്കട്ട എന്ന് പറയും, ഇങ്ങനെ ഉരുട്ടി വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ആയാലും മതിയാവും കേട്ടോ, കാരണം 2 പ്രോസസ്സിങ് കഴിഞ്ഞതല്ലേ. ആദ്യത്തെ ഒരു വറക്കൽ പിന്നെ ഒരു വേവിക്കൽ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ആവി കൊള്ളിച്ച് കഴിഞ്ഞാൽ, പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ ഇത് ചൂടാറി കഴിയുമ്പോൾ കേട്ടോ കൂടുതലും ഒന്നും കൂടി നന്നിട്ട് മുറുകി വരുന്നത്. ചൂടോടുകൂടി ഇരിക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കും, പക്ഷേ ചൂടാറി കഴിയുമ്പോൾ കുറച്ചൊന്ന് മുറുകി വരും. അങ്ങനെ ഗോതമ്പ് റവ കൊഴുക്കട്ട റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിന് ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ കൂട്ടി കഴിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ.